വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നേതാക്കളുമായുള്ള ചർച്ചയിൽ സോണിയാഗാന്ധി വ്യക്തമാക്കി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിന് ഉമ്മൻചാണ്ടി അധ്യക്ഷനായ 10-അംഗ സമിതിയെ തീരുമാനിച്ചു. രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ.സി. വേണുഗോപാൽ, കെ. മുരളീധരൻ തുടങ്ങിയവർ സമിതിയിലുണ്ടാകും. കോൺഗ്രസിനെ ആരു നയിക്കണം എന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞു. We discussed long chat between us and we reached to some conclusion also, and it is subject to the approval of the Congress President. We cannot say much just now. What we have decided we will place to Congress President, and only she can take a decision. Sir, who is the chairman of this meeting? Thank you. Not yet decided, because Congress President's approval is needed. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കളും പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം തീരുമാനിക്കുമെന്ന് AK ആന്റണി പറഞ്ഞു. താരിഖ് അൻവർ ഒന്നിച്ച് ദീർഘനേരം ഈ രാഹുൽ ഗാന്ധിയുമായി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും മാനിഫെസ്റ്റോയെക്കുറിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പൊതുസമീപനത്തെക്കുറിച്ചും വളരെ ദീർഘമായി സംസാരിച്ചു. അതിനുശേഷം കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയെ കാണുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളായിരിക്കണം. അവരിൽ തന്നെ ഗണ്യമായ വിഭാഗം ചെറുപ്പക്കാരും വനിതകളുമായിരിക്കണം. അതോടൊപ്പം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഇന്ന് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. അതവരുമായി ചർച്ച ചെയ്ത് ഒരു നവീനമായ നിലയിൽ ഒരു ജനകീയ മാനിഫെസ്റ്റോ UDF അധികാരത്തിൽ വന്നാൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജനകീയ മാനിഫെസ്റ്റോ നവീനമായ രീതിയിൽ തയ്യാറാക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടു. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയുള്ള സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്നും ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. UDF ഒറ്റക്കെട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത്സരിക്കും. അങ്ങേക്ക് നല്ല പദവി കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങ് തിരിച്ചതുപോലെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, രമേശ് നല്ല പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊന്നും പറയാനൊക്കെ. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നതാണ് സോണിയാഗാന്ധി പറയുന്നത്. നേതാക്കളുടെ പ്രതികരണത്തിലും ഏറ്റവും കൂടുതലായി അവർ പറയുന്നത് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നത് തന്നെയാണ്. ബാക്കി ഉണ്ടായിട്ടുള്ള ധാരണകൾ എന്താണ്? പൊതുവെ സന്തുഷ്ടരാണോ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾ? രേണുക, കഴിഞ്ഞ വാർത്തകളിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇക്കുറി AI ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾ ഇവയ്ക്കൊന്നും വഴങ്ങാനാകില്ല എന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ട അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ട ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് താരിഖ് അൻവർ ഹൈക്കമാൻഡിന് നേരത്തെ സമർപ്പിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കൂടി വിശദമായി പരിശോധിച്ച ശേഷമായിരുന്നു നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഏത് നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുൻനിരയിൽ നിൽക്കേണ്ടത് എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതിലേക്ക് തന്നെ
മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ മുൻനിരയിലേക്ക് എത്തിക്കണം എന്ന ഒരാവശ്യം നേരത്തെ തന്നെ പാർട്ടി കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് UDF-ലെ ഘടകകക്ഷികളും ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായിട്ട് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്മേൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ, K മുരളീധരൻ, VM സുധീരൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും ശശി തരൂരും സമിതിയിൽ ഉണ്ടായേക്കും എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ഒപ്പം DCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ AI ഗ്രൂപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. മാസങ്ങൾ മാത്രം നിലനിൽക്കെ അഴിച്ചുപണി ഒരുപക്ഷെ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഒരു ഫോർമുല ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് അധ്യക്ഷ പദവി ഒഴിയുന്ന DCC അധ്യക്ഷന്മാർക്ക് പ്രഥമ പരിഗണന ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നൽകുക. അതോടൊപ്പം തന്നെ യുവാക്കൾക്ക്, ചെറുപ്പക്കാരായ ആളുകൾക്ക്, പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന നിർദ്ദേശം കൂടി ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാകാത്തവരെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ വളരെ ഉറച്ച തീരുമാനങ്ങൾ തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ എത്ര അധ്യക്ഷന്മാർക്ക് പദവി നിന്ന് മാറേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം അധികം താമസിയാതെ തന്നെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, ഇതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ ഉയർത്തിക്കാട്ടുമെന്നൊരു ചോദ്യം പ്രസക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകില്ല. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ റിസൾട്ട് അനുസരിച്ച് ആര് മുഖ്യമന്ത്രിയാകണം എന്ന തീരുമാനം പിന്നീട് എന്നതാണോ? കൂട്ടുത്തരവാദിത്തം ഉറപ്പാക്കാൻ കൂടിയാണോ നീക്കം? നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് UDF പ്രചാരണത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പ്രചാരണ ചുമതലകൾ വഹിക്കുമ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻനിരയിൽ തന്നെ കാണും. ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതല്ല, മറിച്ച് അധികാരം ഉറപ്പിക്കുന്നതിനാവശ്യമായ ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം എന്ന കർശനമായൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തീർച്ചയായും ഈ ഹൈക്കമാൻഡ് ഒരു പക്ഷേ AI ഗ്രൂപ്പുകൾ അത്തരം ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ പോലും അത്തരം പ്രശ്നങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് ഉള്ളിൽ ഉണ്ട് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരം ചില പടലപ്പിണക്കങ്ങളടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതിന് കാരണമാണ് എന്നുകൂടി ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്ത് തന്നെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിന് അധികാരത്തിലേറാൻ സാധിച്ചിട്ടുള്ളൂ. വളരെ വലിയൊരു ക്യാമ്പയിനാണ് LDF-ന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ നടക്കുന്നത്. അധികാര തുടർച്ച എന്നത് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അതായത് ഇനി ദിവസങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് അവശേഷിക്കുന്നത്. അതിനുള്ളിൽ അധികാരം അതിനുള്ള ചർച്ചകളും നടപടികളുമാണ് അവിടെ പുരോഗമിക്കുന്നത്. തുടരുക അഭിലാഷ്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനെ സജീവൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജീവൻ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാറ്റത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വേണമെന്നൊരു നിർദ്ദേശം സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നതാണ് നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിന് ഉമ്മൻചാണ്ടി അധ്യക്ഷനായ 10-അംഗ സമിതിയെയും തീരുമാനിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി നേതൃനിരയിലേക്ക് വരുന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? കോൺഗ്രസിലെ ഒന്നാമനായി ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മേൽനോട്ട സമിതി എന്നത് കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാത്ത ഒന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നയിക്കേണ്ട രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ ഘടകകക്ഷികൾക്ക് പല ഘടകകക്ഷികൾക്കും രമേശ് ചെന്നിത്തല നയിച്ചാൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് UDF ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അവർ LDF-ലേക്ക് പോയി. അതിന്റെ വലിയൊരു തിരിച്ചടി തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ
കോൺഗ്രസിനുണ്ടായി, UDF ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി പരിഹരിക്കാൻ ആ മേഖലയിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽ ക്രിസ്ത്യൻ മേഖലയിലുള്ള ഒരു നേതാവിന്റെ സാന്നിധ്യം അവർക്ക് കുറെ കൂടി പ്രതീക്ഷ നൽകുന്ന, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹം വരുമെന്ന് പ്രതീക്ഷ നൽകുന്ന ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്, അതായത് ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റാരുമല്ല, മുന്നിൽ നിന്ന് നയിക്കുന്ന ആള് ഉമ്മൻചാണ്ടി തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള നഷ്ടം നികത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്, നല്ല പ്രതിപക്ഷ നേതാവാണ് എന്നൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയാകും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്ന അദ്ദേഹമാകും എന്നുള്ള ഒരു സൂചന പോലും ഉമ്മൻചാണ്ടിയോ മറ്റു നേതാക്കന്മാരോ തരുന്നില്ല. രണ്ടുപേരുടെയും സാധ്യതകൾ മുന്നിൽ നിർത്തിവെച്ചുകൊണ്ട് ഈ രണ്ട് ഗ്രൂപ്പുകാർക്കും പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അതേസമയം തന്നെ ഘടകകക്ഷികൾക്കും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനും ആശ കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ, വളരെ തന്ത്രപരമായ സമീപനമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും ഗ്രൂപ്പുകാർക്ക് മറ്റേ ഗ്രൂപ്പുകാരെ പാരവയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. പകരം തങ്ങളുടെ നേതാവ് തന്നെ ഈ സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടാകും. അങ്ങനെ ഒരു ആശ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വളരെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആസൂത്രണം ചെയ്ത ഒന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നടപ്പാക്കിയത്.